ശാകുന്തളത്തിലെ വികാര നിർഭരമായ ഒരു രംഗം അതെ. അത് ശാരംഗരവനും ശാരധ്വജൻ രണ്ടുപേരുണ്ടല്ലോ ശകുന്തളയ്ക്ക്. അപ്പൊ ശകുന്തള ഗർഭിണിയായി, സംഭവം പ്രശ്നമായി, നേരെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവാം, മുദ്രമോതിരം കൊണ്ട് പോകണം. ആ സമയത്ത് ഈ രണ്ടുപേരും ശാരംഗരവരും ശാരധ്വജനുമാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ ദീർഘാഭംഗം ഇപ്പൊ നമുക്ക് ശാരംഗരെന്ന് വിളിക്കാം. അപ്പൊ ഈ ദീർഘാഭാങ്കൻ എന്ന മാന് ദുഃഖം, വനജോസ്ന മുല്ലവള്ളി ദുഃഖം, അനസൂയ പ്രേമവത ദുഃഖം, കണ്ണുവനാകെ പ്രശ്നമാണ്. അപ്പൊ ഇയാള് എൻ്റെ ഒറ്റ ഡയലോഗ് സംസ്കൃതമാണ്, ഇതോ ഭവത്യ എന്നാണ്. വലിയ സ്റ്റേജ് ഭവതി ഇതുവഴി വന്നാലും പക്ഷെ കാണാതിരിക്കുന്നത് നമ്മളെ ഉജ്ജയിനി ആയതുകൊണ്ട് ഈ കാളിദാസ സദസ്സിന് നവരത്നം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷെ അവരുടെ തലമുറക്കാരെ ഇരിക്കും തന്നെ ത്രിപാഠി, പിന്നെ ഓംപൂരി, അങ്ങനത്തെ ടീമുകൾ ഈ ഹുക്കൊക്കെ വലിച്ചിട്ട് ഒന്നും കൂടെ ആ പ്രൗഢമായ സദസ്സ്. ഒപ്പം കാവല സാറ്, അങ്ങനെ എല്ലാവരും അവിടുത്തെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ. അപ്പം ശകുന്തള വരുന്നു, അവിടെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നു, എല്ലാം ആയി. അപ്പം എൻ്റെ ഡയലോഗ് ഭവതി ഇതുവഴി വന്നാലും ഇതുവഴി പോയി കൊട്ടാരത്തിലോട്ടുള്ള യാത്ര. പക്ഷെ ആ സമയം ഡയലോഗ് മറന്നുപോയി, കിട്ടുന്നില്ല. ഇല്ല. അപ്പൊ സംസ്കൃതം മലയാളമാകുമ്പോൾ നമ്മൾ ഉപ്പുമുളക് പോലെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയായിരുന്നു. പക്ഷേ സംസ്കൃതമായിട്ട് അത് ഇരിക്കുന്ന പണ്ഡിതന്മാരാണെന്നുള്ള അറിഞ്ഞതിന് ശേഷമുള്ള പേടിയുണ്ട്. പക്ഷെ ഞാൻ ഒരു സമയം നിന്ന് 1 സെക്കൻഡ് 2 സെക്കൻഡ് വരെ 2-3 സെക്കൻഡ് ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നു. അപ്പം ശകുന്തളായിട്ട് അഭിനയിക്കുന്ന മോഹിനി ചേച്ചി ആണ് കർണഭാരതിൽ ലാലേട്ടൻ്റെ അമ്മയായിട്ട് കുന്തിയായിട്ട് അഭിനയിച്ച മോഹിനി ചേച്ചി എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നു. ഒന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ ഇങ്ങനെ നോക്കി നിന്നു, ഇൻസ്ട്രുമെന്റ്സ് വായന നിന്ന്, ഇൻട്രോപ്പ് സൈലൻസ് ഒന്നുമില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഇപ്പം തന്നെ പറഞ്ഞയക്കും സാറ്. അപ്പോൾ എനിക്ക് ഡയലോഗ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതോ ഭവത്യ എന്ന് പറയും. ഇത് കഴിഞ്ഞ് എൻ്റെ പേടി തെറ്റിച്ച് സമയം എടുത്തു, ചീത്ത വിളിക്കും, പ്രശ്നങ്ങൾ, സാറ് ഇറങ്ങി പോകാൻ പറയും. ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, പയ്യൻ ശരിയാവില്ല. പക്ഷെ അന്ന് വൈകുന്നേരം പേപ്പർ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അന്ന് ആ ത്രിപാഠി ചോദിച്ചു, കാവല സാറ് ചോദിച്ചു, ആ ശാരംഗവരനോട് അഭിനയിച്ച ആളാണെന്ന് ചോദിച്ചു. അപ്പോൾ പുതിയ ആളാണെന്ന്. ആ സൈലന്റ്, ആ മീനിങ്, ഡെപ്ത്, ഇത്രയും മീനിങ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാ മൗനം. ടൈം എടുത്തുകൊണ്ട് ഡയലോഗ് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ സാറേ ഞാൻ പുതിയ ആളാണ് എന്ന് പറഞ്ഞു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ സാറിന് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. സാർ അങ്ങനെ ഒരു വലിയൊരു എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും നമ്മള് വള്ളി പിടി കിട്ടാതെ നിൽക്കുമല്ലേ അല്ലേ. അന്ന് ബ്ലാക്ക് ഔട്ടാണ്, ഒന്നും അറിയില്ല, പേടി. അത് ഇങ്ങനെ കടലുപോലെ കിടക്കില്ല സാർ, ആൾക്കാർ കാണാൻ വേണ്ടി. അത് സംസ്കൃത നാടകങ്ങളാകുമ്പോഴേ അവിടെയൊക്കെ പോയി ചെയ്യുവാന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ. നിഷ ബാലയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ആണോ? അത് കൊള്ളാലോ. എനിക്കൊന്ന് ഈ ഉപ്പുമുളകും നമ്മൾ തുടങ്ങിയപ്പോ ഒരു ഓപ്പണിംഗ് സോങ്ങിലല്ലേ അല്ലേ? അല്ല, അതിനു മുമ്പ് ഏത് പ്രായത്തിലായിരിക്കും ബാലയിലൊക്കെ അഭിനയിച്ചത്? ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ പഠിക്കും. ആണോ? എങ്ങനെയാ അതിലേക്ക് ചെന്നപ്പെട്ടത് ബാലയിൽ? അത് എന്റെ ഡാൻസ് ടീച്ചർ അനന്തവല്ലി ടീച്ചറായിരുന്നു. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ നിഷ? ഭരതനാട്യവും കുച്ചിപ്പുടിയും പഠിച്ചിട്ടുണ്ട്. താണ്ഡവം അത് പിന്നെ അവിടെ ടീച്ചറുടെ ബാല ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ശിവതാണ്ഡവൊക്കെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോ ഈ മഹാവിഷ്ണുവായിട്ട് അഭിനയിക്കാൻ സ്ഥിരം ഒരാളുണ്ട് അവിടെ. ഞങ്ങളെ പ്രോഗ്രാമിന് കൊണ്ടുപോലില്ല. അപ്പൊ എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് സ്കൂളിൽ നിന്ന് വിടില്ല, അച്ഛനും വിടില്ല. അപ്പൊ ചില ദിവസങ്ങളിൽ അവിടെ ഈ ആൾക്ക് ജോലിയുള്ള ആളാണ്, ഗവൺമെന്റ് ജോലിയുള്ള. അപ്പൊ പുള്ളിക്ക് അവധി കിട്ടിയില്ലെങ്കിൽ അപ്പൊ ഞാനാ മഹാവിഷ്ണു. അപ്പൊ ടീച്ചർ പറഞ്ഞ മയക്കുന്ന കണ്ണാണ്. പിന്നെ അങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏത് കിരീടം എന്നൊന്നും ഏത് ഡ്രസ്സ് അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. കാരണം വെച്ചാല് നമ്മൾ സ്ഥിരം ചെയ്യുന്ന വേഷമല്ലല്ലോ, വല്ലപ്പോഴും ആണ്ടിലും കൊല്ലത്തിലാണല്ലോ അഭിനയിക്കണേ. അപ്പൊ ഞാനിങ്ങനെ കയറി നോക്കിയപ്പോ എനിക്ക് കയറാൻ സംഭവം. ടീച്ചറാണെങ്കിൽ സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ടിരിക്കണേ, എനിക്ക് ആരും കിരീടം എടുത്തു തരാനുമില്ല. കിരീടം വെക്കാണ്ട് മഹാവിഷ്ണു കയറി നിൽക്കുകയില്ലല്ലോ. അപ്പൊ ഞാനായിട്ട് നോക്കിയപ്പോ ഞാൻ സ്റ്റേജിന്റെ സൈഡിൽ നമ്മളിങ്ങനെ നിൽക്കുമല്ലോ, കയറാനായിട്ട് നിൽക്കുമ്പോ ഒരു കിരീടം അവിടെ സ്റ്റൂളിന് ഭദ്രമായിട്ട് ഇരിക്കുക. ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് വേണ്ടി വെച്ചിരിക്കായിരിക്കും. അപ്പൊ അത് ഞാൻ എടുത്ത് വെക്കാം, എന്നിട്ട് കയറാം. എന്നിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് മാന്യമായിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ നിന്നു. എന്നിട്ട് വിഷ്ണുവായിട്ട് നിൽക്കുക, അനുഗ്രഹിക്കുക. മറ്റേ അസുരൻ ചത്ത് കിടക്കുന്നുണ്ട് അവിടെ. അപ്പൊ ടീച്ചറും മാഷും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയാണ് ഞാൻ അനുഗ്രഹിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെ നിന്നിട്ട് അനുഗ്രഹിക്കുക. അപ്പൊ ടീച്ചർ അവിടെ നിന്നിട്ട് പിന്നെ ടീച്ചർ കണ്ണൂട്ടി കാണിക്കാം. അവസാനം ടീച്ചർ തിരിച്ചു വന്ന് സ്റ്റേജ് കറക്റ്റ് വീണു. കുട്ടി എന്താ കാണിച്ചേ? അസുരന്റെ കിരീടം എടുത്തിട്ടാണോ വിഷ്ണുവായിട്ട് അസുരന്റെ കിരീടം ഉരുണ്ട് അടുത്ത് വന്നു. കിടക്കുന്ന ആളുടെ കിരീടം ഉരുണ്ടു വന്ന് അതെടുത്താൽ അത് യുദ്ധത്തിൽ ഈ അസുരൻ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ഈ വീണപ്പോ പുള്ളി ഇങ്ങനെ വീണപ്പോ
ഈ കിരീടം ഉരുണ്ടുരുണ്ട് സ്റ്റേജിന്റെ സൈഡിലേക്ക് പോയി. അപ്പൊ കർട്ടൻ വലിക്കാൻ നിന്ന ആൾ ഈ കിരീടം എടുത്ത് സ്റ്റോളിന്റെ പുറത്ത് വെച്ചു. അതെടുത്ത് ഞാൻ തലയിൽ എത്രാം ക്ലാസ്സിൽ വെച്ചായിരുന്നു? 7ാം ക്ലാസ്സിലാ. 7ാം ക്ലാസ്സിൽ വെച്ച് കിരീടന്മാരെ തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ലായിരുന്നു. എനിക്കറിയില്ലല്ലോ. ക്ലാസ്സല്ലേ? 7ാം ക്ലാസ്സല്ലേ? വിട്ടേക്കാൻ പോട്ടെ.